ഞാനിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടി നന്ദി 20 മൈൽസ് എന്ന് പറയുന്ന പ്രദേശത്താണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ സർവീസ് റോഡിൽ അപകടം തുടർക്കഥയാണ്. ഇവിടെ വലിയ കുഴികളുണ്ട്. ഈ കുഴിയിൽ വീണ ബസ്സും ലോറിയും ഉൾപ്പെടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിലെ കുഴി കാണാതെ ആളുകൾ വീഴുന്നതും ഇവിടെ പതിവാണ്. പക്ഷേ അധികാരികൾ യാതൊരു വിധത്തിലുമുള്ള പരിഹാര നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടില്ല. ഇവിടെ വളരെ ദയനീയമാണ്. ഞങ്ങൾ കഴിഞ്ഞു കൂടുന്നത് വളരെ വിഷമത്തിലാണ്. ഞങ്ങൾക്കൊരു സാധനം വേണം, നന്ദി പോകണം, പോയി തിക്കോടി കൂടി തിരിച്ചു വരണം. ഇത്രയും പാടുപെട്ടിട്ട് ഈ വെള്ളക്കെട്ടിൽ എങ്ങനെ ഞങ്ങൾ പോവുക? കുട്ടികളൊന്നും സ്കൂളിൽ പറഞ്ഞേക്കലില്ല. കാരണം ഇവിടെ കുഴിയിൽ ഞാൻ തന്നെ വീണു. കാരണം ബസ് ഇറങ്ങി തിരിയുമ്പോഴത്തേക്ക് കുഴിയാണ്. പെട്ടെന്നൊരു ബസ് വരുമ്പോൾ മാറാൻ കഴിയുന്നില്ല. അത്രയും ദയനീയം. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ചാനലുകാർ വന്ന് പറയാന്നല്ലാണ്ട് ഇതിന് കമ്പനിയോ പാർട്ടിക്കാരോ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അത്രയും ദയനീയമാണ് ഞങ്ങളുടെ സ്ഥിതി. ഈ സർവീസ് റോഡിന് സമീപത്ത് നിരവധി വീടുകളുണ്ട്. ഇവിടെ എല്ലാ സമയത്തും ഗ്യാസ് ടാങ്കർ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ പോകുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഗ്യാസ് ടാങ്കറൊക്കെ ഈ കുഴിയിൽ വീണ് മറഞ്ഞാൽ തങ്ങൾ എങ്ങോട്ട് പോയി രക്ഷപ്പെടുമെന്ന ആശങ്കയിലാണ് ഇവിടെയുള്ള വീട്ടുകാർ ജീവിക്കുന്നത്. ഇനി ബസ്സുകളും ഇതുവഴി പോകുന്നതാണ്. ഏതെങ്കിലും ഒരു ബസ്സും ഇതുപോലെ കുഴിയിൽ വീണ് മറിഞ്ഞാൽ അതും വലിയ അപകടത്തിന് വഴിവെക്കും. ഈ കുഴിയിൽ വീണിട്ട് ഒരു ഡീസൽ വണ്ടിയോ അല്ല ഓയിൽ വണ്ടിയോ അങ്ങനത്തെ ഗ്യാസ് വണ്ടിയെല്ലാം വീണാൽ ഞങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടി? അത്രയും പേടിച്ചാൽ ഞങ്ങൾ രാത്രി ഉറക്കവും കൂടി ഞങ്ങൾക്കില്ല. ഇപ്പോൾ അത്രയും ദയനീയമാണ്. ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ റോഡിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടും. സമീപത്തെ വീടുകളിൽ വെള്ളം കയറും. മഴ മാറി നിന്നാൽ പോലും ഈ വെള്ളം ഇറങ്ങിപ്പോകാൻ കാലതാമസം എടുക്കുന്നുണ്ട്. കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും ഭയമാണെന്ന് മുതിർന്നവർ പറയുന്നു. വെള്ളം കാരി ഒരുപോലെ ഒരു റൂമിലപ്പോൾ ഇങ്ങനെ വെള്ളമായിരുന്നു. ഇതുപോലെ എല്ലാം വന്ന് തൊഴിലുറപ്പുകാരെല്ലാം വന്ന് അല്ലാണ്ട് അങ്ങനെ കാര്യമില്ല. മഴ പെയ്യുന്ന വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാ. ഭർത്താവ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെ കൊണ്ട് ആൾക്കാർ വന്നിട്ടൊക്കെ റെഡിയാക്കുന്നതാ. ഞങ്ങൾക്കും പ്രശ്നമാണ്, റോഡിനും പ്രശ്നമാണ്. ഒരുപോലെ മുങ്ങിപ്പോയിന് റോഡ്. ഇപ്പം കുറച്ച് മഴ കുറഞ്ഞതാണ്. മഴ കുറഞ്ഞാൽ വെള്ളം കുറഞ്ഞ്. ഇന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഞാനും വീഴാൻ നോക്കി, കുഴി തള്ളിപ്പോയി. ഒരു വലിയ അപകടമുണ്ടാകേണ്ടി വന്നു, അധികൃതർക്ക് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കാനെന്ന പതിവ് വാചകം ഇവിടെ ഉപയോഗിക്കേണ്ടി വരരുത്. ഇവിടെ ഉണ്ടായേക്കാവുന്ന അപകടത്തിന്റെ വ്യാപ്തി നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് കൃത്യമായി പരിഗണിച്ച ഒരു ഇടപെടൽ എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.